عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളിവെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. UDFന് അധികാരം കിട്ടിയാൽ LDFകാരെ ജയിലിലടക്കുകയാണോ വേണ്ടത്? ഇനി വീണ്ടും ഒരു ഊഴം ഇടതുഭാഗത്തേക്ക് വന്നു ചേർന്നാൽ ഉള്ള UDFകാരെയൊക്കെ മര്യാദ പഠിപ്പിക്കണമെന്നാണോ? ഇതിനൊന്നുമല്ലല്ലോ ഭരണം ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്, ജനനന്മ അത് നടപ്പിലാക്കാൻ വേണ്ടിയാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി ജനക്ഷേമത്തിന് വേണ്ടി അധികാരം എല്ലാവരും പറഞ്ഞപ്പോൾ ഏറ്റെടുത്തു. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഒരു വാചകമുണ്ട്, ഫഇന്നീ വല്ലിതു അലൈക്കും, നിങ്ങളുടെ മേൽ എനിക്കൊരു അധികാരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, നിങ്ങളിൽ ഉത്തമൻ ഞാനല്ലട്ടോ. ഫൈൻ അഹ്സൻതു ഫഅഈനുനി, എന്തെങ്കിലും ഗുണം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എന്നെ നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം ആ വിഷയത്തിൽ. വൈൻ അസഅതു ഫഖവ്വിമൂനി, അല്ല എന്നിൽ ശരിയല്ലാത്ത എന്തെങ്കിലും വന്നാൽ നിങ്ങൾ എനിക്കത് നേരെയാക്കി ചൊവ്വാക്കി തരണം, ഉപദേശിക്കണം. ഇതായിരുന്നു. ഇവിടെ അഹങ്കാരമില്ല, അഹന്തതയില്ല, പിന്നെ വിനയത്തിൻ്റെ ഭാഷ, ഞാൻ ഒന്നുമേ അല്ല എന്ന ചിന്താഗതിയാണ്. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പല ഉത്തരവാദിത്തങ്ങളും പലരെയും ഏൽപ്പിക്കുന്ന കൂട്ടത്തിൽ ബിശ്ർ ഇബ്നു ആസിം തങ്ങളെ സാമ്പത്തികമായ മേഖലയിൽ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അദ്ദേഹം അത് ഏറ്റെടുക്കാതെ മാറി. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ഇങ്ങനെ അനുസരണമൊക്കെ വേണ്ടേ മാറുന്നത്? അപ്പോൾ മഹാനായ ബിശ്ർ ഇബ്നു ആസിം തങ്ങൾ പറഞ്ഞു മറുപടിയുണ്ട്, ബല വലാകിന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശരി തന്നെയാണ്, പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ഉത്തരവാദിത്തം ജനങ്ങളിൽ ഒരാളെ ഏൽപ്പിച്ചു, എന്നാൽ അന്ത്യനാളിൽ ആ ഉത്തരവാദിത്തം ഏറ്റ ആൾ വരും, ആ ജഹന്നമ നരകത്തിൻ്റെ അടുത്തുള്ള പാലത്തിൻ്റെ അവിടെ നിൽക്കും. ഫഇൻകാന മുഹ്സിനൻ നജ, നന്മ അയാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ രക്ഷപ്പെടാം. ഫഇൻകാന മുസീഅൻ ഇൻഖർഖ ബിഹിൽ ജിസ്റു, അല്ല അയാൾ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വീഴ്ച വരുത്തി വഞ്ചനയാണ് കാണിച്ചതെങ്കിൽ ആ പാലം, നരകത്തിൻ്റെ സമീപത്തുള്ള പാലം, പിന്നെ പോകുന്നത് മറ്റൊരു വഴിക്കാണ്, തകർന്നു വർഷങ്ങളോളം ഈ മനുഷ്യൻ അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. ഇതങ്ങ് കേട്ടപ്പോൾ ഫഖറജ ഉമർ റളിയല്ലാഹു അൻഹു ഹസീനൻ കസീബാ, ഉമർ ഖത്താബ് തങ്ങൾ ദുഃഖിതനായി അവിടുന്ന് മാറുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വേദനയോടെ നീങ്ങുന്ന കണ്ടപ്പോൾ ഫലഖിയ അബൂദർ റളിയല്ലാഹു അൻഹു ഈ രംഗം കാണുന്നു. ഉമർ തങ്ങളോട് ചോദിക്കുന്നു, മാലി അറാക ഹസീന, അബൂദർ ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ ദുഃഖം? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ നടന്ന സംഭവം പറഞ്ഞു. ബിശ്ർ ഇബ്നു ആസിം ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ അബൂദർ തങ്ങൾ അതിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറഞ്ഞു, അമാ സമയത്തതാലിക, ഉമർ തങ്ങളോട് ചോദിക്കാം, നിങ്ങൾ മുമ്പ് ഇത് കേട്ടിട്ടില്ലല്ലേ? എങ്കിൽ ഖാല അബൂദർ അഷ്ഹദു അന്നി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിശ്ർ തങ്ങൾ പറഞ്ഞ ഹദീസ് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ ചെറിയ വിഷയമൊന്നുമല്ല. അത് ഏറ്റെടുത്താൽ അതിൻ്റെ ഭംഗിയായ നിലയ്ക്ക് നിർവഹിക്കണം. നിർവഹിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന അബദ്ധങ്ങൾ ചെറുതല്ല. പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികൾ ഒരു ഉത്തരവാദിത്വം വെക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്താകട്ടെ, പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള ഏത് മേഖലകളാണെങ്കിലും സർവശക്തനായ നാഥനെ ഭയപ്പെടേണ്ട വിഷയങ്ങളുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അധികാരത്തിൻ്റെ സമയത്ത് എന്തുമൊക്കെ ആകാം എന്നല്ല. പ്രത്യേകിച്ച് തങ്ങളുടെ പക്ഷത്തുള്ളവർക്ക് മാത്രം ഗുണം ചെയ്യുക, പ്രതിപക്ഷത്തെ അത് മറ്റൊരു മേഖലയിലേക്ക് തള്ളി നീക്കുക, അതല്ലെങ്കിൽ തൻ്റെ സമുദായങ്ങൾക്ക് ഗുണം ചെയ്യുക, മറ്റു സമുദായങ്ങളോട് നീതികേട് കാണിക്കുക, അല്ലെങ്കിൽ ഉയർന്ന ആളുകളെ പരിഗണിക്കുക, പാവങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുക, ഇതൊന്നും നല്ല കീഴ്വഴക്കങ്ങളല്ല, ഒരു മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമല്ല.
നല്ല ഭരണത്തിൻ്റെ സൂചനയുമല്ല. ബഹുമാനപ്പെട്ട ഉമർ എന്ന ഭരണാധികാരിയെ തൊട്ട് നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. അതാ മഹാനായ ഉമർ തങ്ങൾ റജുലൻ മിൻ അഹ്ലിൽ മദീന യസ്അലു അലാ അബ്വാബിൻ നാസ് വഹുവ ശൈഖുൻ കബീർ. വൃദ്ധനായ മനുഷ്യന് ഇങ്ങനെ ആളുകളുടെ വീടിൻ്റെ വാതിൽക്കൽ കൂടെ നടന്ന് സഹായം ചോദിക്കുന്നു. അദ്ദേഹം ഇതര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഉമർ അല്ലാഹുവിന് അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, മാ അൻസഫ്നാക അഖ്ദനാ മിൻകൽ ജിസിയ മാ ദുംത ശാബ. താങ്കൾ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ താങ്കളിൽ നിന്ന് ഞങ്ങൾ ചില ആനുകൂല്യങ്ങൾ ജിസിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. സുമ്മ അയ്യേനാക്കലും, ഈ പ്രായത്തിൽ അങ്ങേ ഞങ്ങൾ ശ്രദ്ധിക്കാതിരിക്കൽ ശരിയാണോ? ഇത് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ ഓർഡർ ഇടുകയാണ്, ബൈത്തുൽ മുസ്ലിമീൻ, ബൈത്തുൽ മുസ്ലിങ്ങളുടെ പൊതുമുതൽ നിന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള ഭക്ഷണധാന്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ഇതര സമുദായത്തിൽ ഉള്ള ഒരാളായിട്ട് പോലും അവകാശം നിഷേധിക്കല്ലേ ഇത്. പ്രത്യേകിച്ച് വൃദ്ധപ്രായത്തിൽ പ്രത്യേകം ഇവിടെ ഒരു പരിഗണന. വൃദ്ധ പെൻഷന്, അതുപോലെ തന്നെ ഇവിടെ ചില ഗ്രാൻറ്റുകൾ, വിധവാ പെൻഷനൊക്കെ നമ്മൾ വാർത്തകൾ വായിക്കാറുണ്ട്. പെൻഷൻ ഒക്കെ നടപ്പിലാക്കണം, ഗ്രാൻറ്റുകൾ നടപ്പിലാക്കണം, അത് അർഹതപ്പെട്ടവർക്ക് കിട്ടണം. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ചില ആളുകളിലേക്ക് അത് മാത്രം നീക്കി വെക്കുക എന്നത് വഞ്ചനയുടെ സ്വഭാവമാണല്ലോ. അപ്പോൾ അങ്ങനെ ഭരണാധികാരികൾ ഉമർ ഖത്താബ് തങ്ങളൊക്കെ ഭരണത്തിൽ പുലർത്തിയ ശുഷ്കാന്തിയും സൂക്ഷ്മതയും ജനസേവന താല്പര്യവും ലോകം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അലി ബിൻ അബി താലിബ് തന്നെ ഒരിക്കൽ അത്ഭുതത്തോടെ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഒരു സാമ്പത്തിക മേഖലയിൽ തങ്ങളുടെ സേവനം കണ്ടപ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? പിന്നീട് വരുന്ന ഭരണാധികാരികൾക്ക് ഇത് കഴിയുമോ എന്ന അർത്ഥത്തിൽ. ആ സമയത്ത് ഉമർ ഖത്താബ് തങ്ങൾ അലിയാർ തങ്ങളോട് മറുപടി പറയുന്നുണ്ട്, ലാ തലുംനി യാ അബുൽ ഹസൻ, എന്നെ കുറ്റപ്പെടുത്തല്ലേ. വല്ലദി ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നുബുവ്വതി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പ്രവാചകനയച്ച അള്ളാഹു തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. അതാ ഒരു നദീ തീരത്ത് ഒരാടിൻ്റെ കുട്ടി എന്തെങ്കിലും വല്ല വെള്ളം കിട്ടാതെ മറ്റേ വിഷമിച്ചാൽ ഈ ഉമർ അതിന് നാളെ പരലോകത്ത് സമാധാനം പറയേണ്ടി വരും. ഒരു ഭരണാധികാരിയുടെ ഭയം എത്രത്തോളമാണ്, ഏത് രീതിയിലാണ് അവിടെ അവരൊക്കെ ഭയപ്പെട്ടത് എന്നത് ഇവിടെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുക മാത്രം പോരാ, ഒരു ചിന്തയോടെ, ആലോചനയോടെ മൊത്തം സമൂഹം, സമുദായം എല്ലാവരും, പ്രത്യേകിച്ച് ഭരണരംഗത്തേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ഇതെല്ലാം ഉൾക്കൊള്ളണം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം ഭരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ വളരെ വിശാലമായ സന്ദേശങ്ങൾ മതത്തിന് പറയാനുള്ളത്, രേഖകളാണുള്ളത്. ഭരണം സുതാര്യമാകേണ്ടതിൻ്റെ, നീതിനിഷ്ഠമാകേണ്ടതിൻ്റെ, സത്യസന്ധമാകേണ്ടതിൻ്റെ അതിഗൗരവമായ വശങ്ങൾ മതങ്ങൾ വിശദീകരിക്കുന്നു. അത് പൂർവകാല ഭരണാധികാരികളുമൊക്കെ ആ രീതിയിൽ തന്നെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഉമർ അബ്ദുൽ അസീസ് തങ്ങളുടെ ഭരണങ്ങളിലെ അതിമനോഹരമായ തിളക്കമാർന്ന അധ്യായങ്ങൾ ലോക ചരിത്രത്തിലുണ്ട്. ഒരു കാര്യം നമുക്ക് ഓർക്കാം, എന്താണ്? മഹാനായ ഉമർ അബ്ദുൽ അസീസ് തങ്ങൾ തൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് അഹ്ലുദിമ്മത്തിനെ, ഒരുപക്ഷെ അവർ ഇസ്ലാം മത വിശ്വാസികളായിക്കൊള്ളുന്നില്ല, അവരെ നിങ്ങൾ പരിഗണിക്കണേ. ഫർഫുഖ് ബിഹിം, അവരോട് കാരുണ്യം കാണിക്കണം. അവരിൽ ആരെങ്കിലും വൃദ്ധപ്രായത്തിലെത്തിയാൽ ഫൻഫിഖ് അലൈഹി, അവർക്ക് വേണ്ടത്, അവർക്ക് വിഷമകരമായ അവസ്ഥ വന്നാൽ ജീവിക്കാൻ വകയില്ലെങ്കിൽ വേണ്ടത് ചെയ്തു കൊടുക്കണം. ഇതൊക്കെ കാണാം. അതുപോലെ കത്തബൈല ഉമ്മാരിഹി, കീഴുദ്യോഗസ്ഥന്മാർക്ക് മഹാനവർ എഴുതിയ കത്തിൽ കാണാം, മറ്റു സമുദായങ്ങൾ ആരാധിക്കുന്ന മഠങ്ങളോ അവരുടെ എന്തെങ്കിലും ആരാധന കേന്ദ്രങ്ങളൊന്നും തകർക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ കൂട്ടത്തിൽ ധാരാളം സന്ദേശങ്ങൾ. ഇമാം ഔസാഇ തങ്ങൾ പറയുകയാണ്, കാന ഉമർ ഖത്താബ് തങ്ങൾ യൻസുലു ബി അഹ്ലി ദിമ്മ, മറ്റു വിഭാഗത്തിലെ ആളുകളോട് ഇടയിലേക്ക് ഇറങ്ങും. എന്നിട്ട് യുഖദ്ദിമു ലഹും അൽ ഹുൽവത്ത് വൽ ബുഖൂൽ, അവർക്ക് ആവശ്യമായ പച്ചക്കറികൾ, മറ്റു വിഭവങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ യക്കുലുമഹും, മുസ്ലിം സമുദായത്തിന് നൽകുന്ന ആനുകൂല്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അഹ്ലുദിമ്മത്തിന് മഹാനവറുകൾ ഭക്ഷ്യധാന്യങ്ങളും മറ്റും കൊടുക്കുന്നതിൽ പാഴാക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിരുന്നു. വയക്കുലുമഹും എന്ന് മാത്രമല്ല, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എത്ര ഭരണാധികാരികളുടെ സ്നേഹമസൃണമായ, സൗഹൃദത്തിൽ അധിഷ്ഠിതമായ സഹിഷ്ണുത പൂർണ്ണമായും പുലർത്തിയ ഭരണങ്ങളുടെ
തിളക്കമാർന്ന മാതൃകകൾ ഒന്ന് രണ്ട് മാത്രമാണ് ഇവിടെ നമ്മൾ അവസരോധം സൂചിപ്പിച്ചത്. ഒപ്പം ജനക്ഷേമം, ജനങ്ങളുടെ സൗഖ്യം, ജനങ്ങളുടെ നന്മ, അത് അവർ മുഖമുദ്രയായി സ്വീകരിച്ചു അല്ലേ? ഉമർ ഖത്താബ് തങ്ങൾ ഭരണാധികാരിയാകുന്നതിന് മുമ്പ് ഒരു വൃദ്ധ സ്ത്രീയെ പരിചരിച്ച ചരിത്രം നാം വായിച്ചിട്ടില്ലേ? പലപ്പോഴും പരിചയം. മഹാനവർ ചെന്ന് നോക്കുമ്പോൾ അതിനു മുമ്പ് ആരോ അവിടെ വന്നുപോയി അതൊക്കെ ചെയ്തു പോകുന്നു. ആരാണെന്ന് അറിയാൻ വേണ്ടി ഒരു രഹസ്യ നിരീക്ഷണം നടത്തി നോക്കുമ്പോൾ ഖലീഫയായിരുന്ന, ഭരണാധികാരിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് ആദ്യം അവിടെ എത്തി ആ സ്ത്രീയെ പരിചരിച്ചത്. ഉമർ ഖത്താബ് തങ്ങളുടെ ഭരണത്തെക്കുറിച്ചും വായിക്കുമ്പോൾ എത്ര സംഭവങ്ങളാണ് ഇല്ലേ? സഞ്ചാരത്തിനിടയിൽ കുടിലേക്ക് കയറി ചെന്നു, കരച്ചിൽ കിട്ടു കുട്ടികളുടെ. നോക്കുമ്പോൾ ഉമ്മയും കുട്ടികളുമാണ്. ഒന്നുമില്ല, കുട്ടികൾക്ക് ഭക്ഷണം കിട്ടാതെയാണ് വിഷമിക്കുന്നത്, കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടെ അസ്ലമും ഉണ്ടല്ലോ പരിചാരകൻ. വേഗം ഭക്ഷണം എത്തിച്ചു കൊടുത്തില്ലേ? പ്രസവ വേദന നടന്ന വീട്ടിലേക്ക് മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ തൻ്റെ ഭാര്യയും കൂട്ടി ചെന്ന് ആ സ്ത്രീയെ ശുശ്രൂഷിച്ച് വേണ്ടത് ചെയ്തു കൊടുത്ത് എത്രയോ അതിമനോഹരമായ മനുഷ്യത്വത്തിൽ ഊന്നിയ സംഭവങ്ങൾ. അതെ, നമ്മളിവിടെ അധികാരമേൽക്കുന്നവർ, ഭരണകർത്താക്കൾ, ഞങ്ങൾ ഏറ്റെടുത്തത് ഒരു മഹാ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്. ജനങ്ങളുടെ നേട്ടമാണ്, ജനങ്ങളുടെ ഉയർച്ചയാണ്, ജനങ്ങളുടെ വളർച്ചയാണ്, രാജ്യത്തിൻ്റെ വികസനമാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കണം. ഇവിടെ കാർഷിക രംഗത്ത്, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ രാജ്യത്തിന് ആവശ്യമായ മുഴുവൻ മേഖലകളിലും നിതാന്ത ജാഗ്രത പുലർത്തി രാജ്യത്തെ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും, അതേപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ചൊന്നായി കണ്ടുകൊണ്ട് ജനങ്ങളുടെ എല്ലാ മേഖലയിലുമുള്ള വളർച്ചയ്ക്കും അവരുടെ ഗുണങ്ങൾക്കും നന്മയ്ക്കും പ്രതിജ്ഞാപ്തമായി പ്രവർത്തിക്കാൻ ഭരണകൂടങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ജഗന്യന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാടിനെ അനുഗ്രഹിക്കട്ടെ. നാടിന്, ജനങ്ങൾക്ക് നല്ലൊരു അവസ്ഥകൾ വന്നു കാണാൻ അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ. നമുക്കെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ